സിനിമ നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം റീജിയണൽ ഒരു സ്പേസ് അങ്ങനെ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ടാണ് പടം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പല സ്ഥലങ്ങളിലുള്ള ഡാൻസേഴ്സിൻ്റെ സ്വഭാവങ്ങളും ക്യാരക്ടേഴ്സും അവരുടെ ലൈഫ് ിലുണ്ടാകുന്ന ചില സംഗതികളൊക്കെ കഥാപാത്രങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കഥാപാത്രങ്ങൾ രൂപപ്പെടുത്താൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. 3 months ഇതേപോലെ എല്ലാ ദിവസവും പോവും. ഒരു സ്പോർട്സ് അക്കാഡമിയിലായിരുന്നു. ഇവിടെ ഫിറ്റ്നസ്സും പിന്നെ ഡാൻസും ആക്ടിങ് ക്ലാസ്സസും ആക്സെൻറ്റിന് വേണ്ടി ലാംഗ്വേജ് ട്രെയിനിങ്ങും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഒരു 2 ദിവസം ഗ്യാപ്പ്, ലീവ് എടുക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, ആ പരിപാടിയൊന്നുമില്ല. 3 months ഒരു സ്ട്രെച്ചിൽ അങ്ങ് പോവുകയാണ്. സൂര്യ എന്നുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് ഞാനും എൻ്റെ ലൈഫായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ സാർ എപ്പോഴും പറയും സൂര്യയും നീ നല്ല ചേർച്ചയുള്ള ആൾക്കാരാണ്, ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണെന്ന് പറയാറുണ്ട് എപ്പോഴും. എൻട്രൻസ് എഴുതിയോ പിന്നീട് അടുത്ത പ്രാവശ്യം പാസ്സാവുമെന്ന് വിചാരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. മൂൺ വാക്ക്, നമുക്കറിയാം മൂൺ വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നും. മൂൺ വാക്ക് എന്ന് പറഞ്ഞാൽ മൈക്കിൾ ജാക്സൻ്റെ ജീവിതകഥയാണ്. മൂൺ വാക്കിൽ തന്നെ ഉണ്ട് ഈ ബ്രേക്ക് ഡാൻസ് എന്ന്. ഇപ്പോൾ പുതിയ തലമുറക്ക് ഒരു പക്ഷേ മൂൺ വാക്ക് എന്നുള്ള പേര് അത്ര സുപരിചിതമായിരിക്കില്ല. പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ബ്രേക്ക് ഡാൻസും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ജീവിച്ച ഒരു വലിയൊരു സമൂഹമുണ്ട്. എങ്ങനെയാണ് ഈ മൂൺ വാക്ക് എന്നുള്ള പേരിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഈ മൂൺ വാക്ക് എന്നുള്ള സിനിമയിലേക്ക് എത്തുന്നത്? മൂൺ വാക്ക് സിനിമയിലേക്ക് വരുന്നത് മൂൺ വാക്കിൻ്റെ മൊത്തത്തിലുള്ള അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൺസിഡർ ചെയ്ത് ആണ് നമ്മൾ മൂൺ വാക്ക് എന്നൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നത്. ഡാൻസ്, ബ്രേക്ക് ഡാൻസ്, പക്ഷെ അത് ബ്രേക്ക് ഡാൻസ് ഒരു പഴയ ഫോം അങ്ങനെ അല്ല. ബ്രേക്ക് ഡാൻസ് ഓൾവേസ് എക്സിസ്റ്റ്. ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ അതുപോലെ ബ്രേക്കിൻ എന്നൊക്കെ പറയുന്ന ആ സ്റ്റൈൽ ഓഫ് ഡാൻസ് ഇപ്പോഴും ആൾക്കാരുടെ ഈ ഡാൻസ് ഇഷ്ടപ്പെടുന്ന അവരുടെ ഇടയിൽ പ്രചാരത്തിൽ ഉണ്ട്. അതിനിപ്പോഴും ഒരു റെട്രോ കമ്മിങ് ഇതുമുണ്ട്. അപ്പോൾ അത് ഒരു കാരണം. പിന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് ആൾക്കാർ ഈ ഡാൻസ് ഫോളോ ചെയ്തിരുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസ് അല്ലെങ്കിൽ മൈക്കൽ ജാക്സൺ ഫാൻസിൻ്റെ ഒരുപാട് അനുഭവങ്ങളും കഥകളും നമ്മൾക്ക് നേരിട്ട് പരിചയമുള്ള എനിക്കുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും അത് ഒരുപാട് പ്രാവശ്യം പല ഘട്ടങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യും. ഇതൊരു സിനിമയ്ക്ക് നല്ല സ്കോപ്പുള്ളൊരു സ്പേസാണ്, ഒരു ഐഡിയ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളതിലേക്ക് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരനാണ്. പക്ഷേ മൈക്കിൾ ജാക്സൺ എന്തോ നമ്മുടെ അയൽക്കാരനാണ്, അല്ലെങ്കിൽ നമുക്ക് സുപരിചിതനായ ഒരാളായിട്ടാണ്. ഈ സിനിമ യഥാർത്ഥത്തിൽ മൈക്കിൾ ജാക്സണിലുള്ള ഒരു ആദരം കൂടിയാണല്ലോ. അപ്പം എങ്ങനെയാണ് നമ്മൾക്ക് ഈ മൈക്കിൾ ജാക്സൺ ഇത് പറയാതെ തന്നെ മൈക്കിൾ ജാക്സനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു, അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൻ്റെ ഒരു കലാജീവിതത്തെക്കുറിച്ച് നമ്മൾക്ക് ഇത് ഓർക്കാതെ ഈ സിനിമയിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെയാണോ ചെയ്തത്? അല്ല, ഇത് ഇപ്പോൾ പ്രൈമറിലി ഈ ഡാൻസ് ഫോളോ ചെയ്തിരുന്ന ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന കലാരൂപം ഫോളോ ചെയ്തിരുന്ന ഒരുപാട് ഡാൻസേഴ്സിനെ നമുക്ക് പറഞ്ഞതുപോലെ പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അവരിത് ഫോളോ ചെയ്യുന്ന സമയത്ത് അവരിത് പഠിക്കാനും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ ഇത് അവതരിപ്പിക്കാൻ സ്റ്റേജുകൾ ഒക്കെ അവർക്ക് സ്റ്റേജ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമൊക്കെ അത് ഒരു വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഈ സബ്ജക്റ്റ് സിനിമയാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഡാൻസേഴ്സിനെ കുറിച്ച് ഇപ്പോൾ അവരൊക്കെ എവിടെയാണ്, അതായത് ഈ 87, 92 ആ കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് ഇത് പ്രചാരത്തിൽ ഏറ്റവും കൂടുതൽ കത്തി ചെയ്യുന്ന സമയം അതാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഈ ഡാൻസേഴ്സ് പലരും ഇപ്പോഴും ഞാൻ കണക്റ്റഡാണ്. ചിലരിന്നില്ല. അതായത് വളരെ പ്രശസ്തിയിൽ ഉണ്ടായിരുന്ന ഒരു 5 or 6 ഡാൻസേഴ്സ് ഇന്നില്ല. അതിൽ ചിലർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ട് അവർ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് നമ്മളൊരു ഡോക്യുമെൻ്ററി ചെയ്തായിരുന്നു. ഈ കേരളത്തിലുടനീളമുള്ള ഡാൻസേഴ്സിനെ, ഈ പണ്ട് ഡാൻസ് ചെയ്തിരുന്ന ആൾക്കാരെ, അതായത് തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു ഫുഡ് ലൂസേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ബാബു, സജീഷ്, അയ്യപ്പൻ, അങ്ങനെ ഒരു പിടി ആൾക്കാരുള്ള, പ്രവീൺ, പപ്പൻ എന്നൊക്കെ പറഞ്ഞ്, ശ്രീകുമാർ എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് ഒരു സ്പിൻഡിൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, ടോമും ടോമിൻ്റെ മറ്റു സഹപ്രവർത്തകരും,
അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു ബൂമേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, അതിലൊരു അനീഷ് നാഥ്, അജിത് നാഥ്, ഫെലിക്സ്, ഷിബു, വിജയൻ, അവർ ഇങ്ങനെ ഒരുപിടി ഡാൻസേഴ്സ്. അത് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ എറണാകുളത്ത് ഒരു വളരെ ഇതിനെ വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനെ ഇവിടെ സ്പ്രെഡ് ചെയ്തൊരു ജോൺസൺ മാസ്റ്ററുണ്ട്. ജോൺസൺ, സെബി, ആൻ്റണി, അങ്ങനെ ഒരുപാട് ആൾക്കാർ. പിന്നെ ഒരു ബിജു മൈക്കൽ എന്ന് പറഞ്ഞൊരു ഡാൻസർ, കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി യങ്ങറാണ് പുള്ളി. അപ്പം ബിജു ഇന്നില്ല. ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന ഫുഡ് ലൂസേഴ്സിൻ്റെ ശംഭു ഇല്ല, അനീഷ് നാഥ് ഇല്ല. അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ട് ഈ ഡാൻസിൻ്റെ ഒരു പീക്ക് പോയിന്റിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ ആ സ്റ്റഡി ഇങ്ങനെ, അതുപോലെ ഞങ്ങൾ തൃശ്ശൂർ ഒരു ഷെൽട്ടറുണ്ട്, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. എല്ലാവരും ഗംഭീരമായി ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണ് അവരെല്ലാവരും. അപ്പോൾ ആ പഠനത്തിൻ്റെ ആ ഡോക്യുമെൻ്ററി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഗംഭീരമാവും എന്ന് നമുക്ക് മനസ്സിലാവുകയും അങ്ങനെയാണ് അതിൻ്റെ ഇതൊരു എവല്യൂഷനാണ്. ആ ഒരു പ്രോസസ്സിൽ നിന്നാണ് ഈ സിനിമ രൂപപ്പെടുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം. ഈ ഇപ്പം നിങ്ങൾ ചുറ്റിരിക്കുന്ന ഇവർ എല്ലാവരും ഗംഭീരമായിട്ടാണ് അതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇവരെയൊക്കെ കണ്ടെത്തിയത്? കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണെന്ന് അറിയാം, പക്ഷേ ആ പ്രോസസ്സിങ് എങ്ങനെയായിരുന്നു? ഇത് ഇവരെല്ലാവരും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉള്ള ആൾക്കാരാണ്. സിനിമ നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം റീജിയണൽ ഒരു സ്പേസ്, അങ്ങനെ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ടാണ് പടം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പല സ്ഥലങ്ങളിലുള്ള ഡാൻസേഴ്സിൻ്റെ സ്വഭാവങ്ങളും ക്യാരക്ടേഴ്സും അവരുടെ ലൈഫ് ിലുണ്ട ചില സംഗതികളൊക്കെ കഥാപാത്രങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കഥാപാത്രങ്ങൾ രൂപപ്പെടുത്താനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾക്ക് കൃത്യമായ രൂപം, അതായത് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. ഇന്ന ആൾക്കാർ ഇന്ന രീതിയിൽ ഇന്ന സ്വഭാവങ്ങളും ഇന്ന രീതിയിലുള്ള ബിഹേവിയറൽ പാറ്റേൺസൊക്കെ ഉള്ള ആൾക്കാരായിരിക്കണമെന്ന് കൃത്യമായ രൂപമുണ്ടായി. അപ്പോൾ അത് നമ്മൾ എന്താണ് ഈ ഇതൊരു ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഈ സിനിമ കൊമേഴ്സ്യൽ വെഞ്ചറാണല്ലോ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചില പോപ്പുലർ സ്ട്രീമിലുള്ള ചിലരെ നമുക്ക് നോക്കാം എന്നൊരു കൺസിഡറേഷനും നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒന്നും സ്കെഡ്യൂൾസ് നമ്മുടെ പരിപാടിയായിട്ട് ഒത്തുപോകില്ല. നമുക്ക് ഇവരെ വേണമായിരുന്നു, കുറച്ച് ദിവസം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യുകയും ഇതങ്ങനെ ചെയ്ത് എടുക്കേണ്ടിയിരുന്നൊരു സിനിമ ആയിരുന്നതുകൊണ്ട് നമ്മൾ ആ ശ്രമം ആദ്യ ഘട്ടത്തിൽ തന്നെ ഉപേക്ഷിക്കുകയും അത് അല്ല നമ്മുടെ രീതി, നമ്മളിങ്ങനെ തന്നെ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു ഓഡിഷൻ നമ്മുടെ കൂടെ എൻ്റെ കൂടെ സിനിമയിൽ പരസ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ ഓഡിഷൻസും കാസ്റ്റിംഗ് കോൾസും ഒക്കെ ചെയ്യുകയും കാസ്റ്റിംഗ് കോൾസിൽ ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തു. ഈ ഡാൻസ് താല്പര്യമുള്ള ഒരുപാട് ചെറുപ്പക്കാരും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ അപ്ലൈ ചെയ്യും. അത് ഒരു കണ്ടിന്യൂസ് ഒരു സീവിങ് പ്രോസസ്, അവരിങ്ങനെ പല ഘട്ടങ്ങളിലായി പല രീതിയിൽ ആൾക്കാരെ തിരിച്ച് ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ ഷാജി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിന് വേണ്ടി എനിക്കൊരു 10-40 പേരെങ്കിലും ഫൈനൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ എല്ലാ കഥാപാത്രങ്ങളിലും. പക്ഷേ ഇപ്പോൾ ഷാജിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഷാജി ഇപ്പോൾ ജോമിത്ത് എനിക്ക് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഷാജി. പക്ഷേ ഷാജി അതായത് മനോജ് മോസസ് അയച്ച ഒരു കുറച്ച് വീഡിയോയും കുറച്ച് ഇമേജസും കണ്ട ഉടനെ എനിക്ക് മനസ്സിൽ കൃത്യമായിട്ട് രൂപപ്പെട്ടിരുന്നു, അല്ല മനസ്സിലായിരുന്നു ഇയാളാണ് ഷാജി ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ ഇവരിൽ പലരുടെയും കാര്യം. പക്ഷെ നമുക്കിതിനകത്ത് ഒരു കഥാപാത്രം, അനുനാഥ് ചെയ്ത കഥാപാത്രം അവസാന നിമിഷം വരെയും നമ്മൾ കുറച്ചൊരു നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയായിരുന്നു. എനിക്ക് തോന്നുന്നതൊരു ഷൂട്ടിന് ഒരാഴ്ച 2 ആഴ്ച മുമ്പ് എങ്ങനെയാണ് ഫൈനലി അനുനാഥിൻ്റെ ഒരു ഓഡിഷനും കൂടെ കണ്ടിട്ട് നമ്മൾക്ക് പക്ഷെ അതും അനുനാഥ് ചെയ്ത കഥാപാത്രത്തിന് വേണ്ടിയല്ല നമ്മൾ തീരുമാനിച്ചില്ല. ഇത് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും അല്ലേ, ലാസ്റ്റ് ഫിലിം ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് മാത്രമാണ് ഇവർ. ഇപ്പോൾ ഇത്രയും പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഇവർ ഈ 3-4 മാസത്തോളം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. പല പരിപാടികളും ഇവർ ട്രെയിൻഡ് ആവുകയൊക്കെ ചെയ്തെങ്കിലും ഇന്ന കഥ ഇയാളുടെ കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ, സുരയുടെ കാര്യത്തിൽ, സിബിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കൃത്യമായി ഈ ക്യാരക്ടർ ഇമേജറി വെച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ മറ്റ് ചില കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് നമ്മൾ ഷൂട്ടിൻ്റെ ഒരു 3-4 ദിവസം മുമ്പാണ്.
ഈ കഥാപാത്രം ഇയാളാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരാൾ വിചാരിച്ച് ഞാൻ അതായിരിക്കും ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ആംബിഗ്യൂറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്കത് നമ്മളുടെ ഇടയിലും പല രീതിയിലുള്ള വെയിങ് ഒക്കെ നടത്തിയിട്ടാണ് ഫൈനലി അവരെ ചൂസ് ചെയ്യുന്നത്. പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പ്രോസസ്സാണത്. ഇവർ കുട്ടികളാരും അങ്ങനെ എല്ലാവരും ഡാൻസേഴ്സ് അല്ല. അത്യാവശ്യം ഡാൻസ് ഇപ്പോൾ വെസ്റ്റേൺ ഡാൻസ് ഒക്കെ അറിയുന്നവരായിരിക്കും. പക്ഷേ ഈ ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പം യഥാർത്ഥത്തിൽ പല സ്ഥലങ്ങളിൽ ഇല്ലാതായി പോയിരിക്കുന്നതാണ്. എങ്ങനെയാണ് ഇവർ മോൾഡ് ചെയ്തെടുത്തത്? അതിൻ്റെ ഒരു പ്രോസസ്സിങ് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു എന്നേക്കാൾ നന്നായിട്ട് ഇവർ തന്നെ പറയുന്നതായിരിക്കും. അവർ പറയട്ടെ, അത് പേര് പറഞ്ഞു പറയണേ. ഇത് സിദ്ധാർത്ഥാണ് ഇതിൽ ഷിബു എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. പറയൂ ഷിബു. നമസ്കാരം. അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഞങ്ങൾ ഓഡിഷൻ വഴി ആപ്ലിക്കേഷൻ അയച്ചു കൊടുത്തിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, ഓഫീസിലേക്ക് വിളിക്കുന്നു, അവിടെ ഓഡിഷൻ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയി. വീണ്ടും ഐ തിങ്ക് സെക്കൻഡ് ലെവൽ ഓഫ് ഓഡിഷനിലാണ് ഞാൻ ഇവരൊക്കെ മീറ്റ് ചെയ്യുന്നത്. ഞാൻ ഓഡിഷൻ ആദ്യം പോയ സമയത്ത് ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ദിവസം ഓഡിഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ സെക്കൻഡ് ലെവൽ ഓഫ് ഓഡിഷനും കഴിഞ്ഞപ്പോൾ കുറച്ച് ഐ തിങ്ക് ഒരു 1-2 മാസത്തിന് ശേഷമാണ് ഈ ട്രെയിനിങ് സെഷന് വേണ്ടി വിളിക്കുന്നത്, ക്യാമ്പിന് വേണ്ടി വിളിക്കുന്നത്. ട്രിവാൻഡ്രത്ത് തന്നെ ആയിരുന്നു. അവിടെ പോകുമ്പോൾ ഞാൻ ഫ്രഷ് ആയിരുന്നു. ഞാൻ ഡാൻസറാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എനിക്കറിയില്ല അപ്പോഴും ആരൊക്കെയാണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നെ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ കയറിപ്പോയി. ഫ്രഷായിട്ട് പോവാണ്. അതായത് ട്രിവാൻഡ്രം ആക്സെൻ്റ് ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഡാൻസ് അറിയാം, പക്ഷേ ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം എന്നുള്ള പരിപാടികളൊന്നും അത്ര ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ പോയി ശ്രീജിത്ത് ആശാനാണ് ഞങ്ങളെ ഡാൻസ് പഠിപ്പിച്ചതും. പിന്നെ അഭിചേട്ടനും ജിഷ്ണു ചേട്ടനും ഒക്കെ അസിസ്റ്റൻറ്റ് കൊറിയോഗ്രാഫേഴ്സ് ആയിരുന്നു. 3 months ഇതേപോലെ എല്ലാ ദിവസവും പോവും. ഒരു സ്പോർട്സ് അക്കാഡമിയിലായിരുന്നു. നമ്മുടെ ഫിറ്റ്നസ്സും പിന്നെ ഡാൻസും ആക്ടിങ് ക്ലാസ്സസും ആക്സെൻറ്റിന് വേണ്ടി ലാംഗ്വേജ് ട്രെയിനിങ്ങും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഒരു 2 ദിവസം ഗ്യാപ്പ്, ലീവ് എടുക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, ആ പരിപാടിയൊന്നുമില്ല. 3 months ഒരു സ്ട്രെച്ചിൽ അങ്ങ് പോവുകയാണ്. ഇടയ്ക്ക് 1-2 ദിവസം ഞങ്ങൾക്കൊരു ബ്രേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെന്തായാലും അത് വളരെയധികം ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു സെറ്റിലേക്ക് പോയി അഭിനയിക്കുമ്പോൾ. കാരണം എല്ലാവരും കുറച്ച് ഫ്ലെക്സിബിളായി, സിനിമയ്ക്ക് ആവശ്യമുള്ള സ്റ്റൈലും കുറച്ചുകൂടെ ഞങ്ങൾ പഠിച്ച് കംപ്ലീറ്റ്ലി അല്ലെങ്കിലും ഒരു നല്ല ഐഡിയ കിട്ടി, ഇതാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. കുറേ കൊറിയോഗ്രാഫീസൊക്കെ ചെയ്തു, അത് ഞങ്ങൾ പഠിക്കുകയും ചെയ്തു. കുറേ റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയത്. പിന്നെ അങ്ങനെ തന്നെ പിന്നെ ഒരു എന്താ പറയുക, നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് പുറത്ത് വരുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ടാവില്ല, അതുപോലെ ആയിരുന്നു. സ്റ്റിഫ്നെസ് ഒന്നുമില്ല, സ്റ്റൈൽ ഇതാണെന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ട്. പിന്നെ ലാംഗ്വേജും ഓൾമോസ്റ്റ് സെറ്റായി, ക്യാരക്ടേഴ്സും മനസ്സിലാക്കിയപ്പോൾ വർക്ക് ചെയ്യാൻ ഇച്ചിരി കൂടെ ഈസി ആയിരുന്നു ക്യാമറയുടെ മുമ്പിൽ നിന്ന്. അരി പിടിക്കാൻ വേണ്ടി വന്നതാ സുര, എങ്ങനെയാണ് ഈ ഒരു ഡാൻസറായത്? അത് പറയുന്നതിന് മുമ്പ് എനിക്ക് ഈ ഫ്ലവേഴ്സ് ചാനലിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പോൾ ഞാനിതിൽ കോമഡി സൂപ്പർ എന്നൊരു പരിപാടിയിലാണ് ആദ്യമായിട്ട് ഞാൻ ഫ്ലവേഴ്സിൽ വരുന്നത്. അപ്പം അത് സുരാജേട്ടൻ്റെ പരിപാടിയായിരുന്നു. അതിൽ ഞാൻ ചെയ്തപ്പോൾ ജാക്സൻ്റെ ഒരു ഷോ ചെയ്തപ്പോൾ ആദ്യം വിളി വന്നത് ഗപ്പി എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് വിളി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കോമഡി ഉത്സവം ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാര്യം, ഈ കോമഡി ഉത്സവത്തിലെ ഈ ഷോ കണ്ടിട്ടാണ് സാർ എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അരി പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ അപ്പോൾ സുര എന്നുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ലൈഫായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ സാർ എപ്പോഴും പറയും, സുരയും നീ നല്ല ചേർച്ചയുള്ള ആൾക്കാരാണ്, ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണെന്ന് പറയാറുണ്ട് എപ്പോഴും. അപ്പോൾ അത് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. അത് പിന്നെ സന്തോഷം. എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? എൻ്റെ പേര് ഋഷി എന്നാണ്. ഞാനിതിൽ വരുൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഞാനും സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ തന്നെ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് ഒരു പോസ്റ്റർ കണ്ടായിരുന്നു, ഇങ്ങനെ ആർ യു ദിസ് ഗായ് എന്ന് പറഞ്ഞ്. അപ്പോൾ ആ കാസ്റ്റിംഗ് കോൾ കണ്ടിട്ടാണ് ഈ ഓഡിഷനിലേക്ക് ഫോട്ടോസ് അയച്ച് അങ്ങനെയാണ് വരുന്നത്. എനിക്കൊന്നും 2nd റൗണ്ട് ഓഡിഷൻ അങ്ങനെ അതിലാണ് വരുന്നത്. ഞാൻ വരുമ്പോൾ തന്നെ സിദ്ധാർത്ഥ്, മനോജ്, പ്രേം അവരെല്ലാവരും ഓഡിഷൻ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഓഡിഷൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ ആക്ടിങ് ബേസ്ഡ് അങ്ങനെയാണ് ചെയ്യിപ്പിച്ചത്, ഡാൻസും ചെയ്യിപ്പിച്ചു. പക്ഷേ ഒരു ഡാൻസ് തീംഡോ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നൊരു കാര്യമൊന്നും അപ്പം ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ അഭിനയിക്കാൻ ആ ആഗ്രഹത്തോടെ തന്നെയാണ് വന്നത്. നമുക്ക് അതിന് ശേഷമാണ് ഒരു 1-2 മാസത്തിന് ശേഷം ഓഡിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഇതാണെന്ന് പറയുന്നത്, കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ വർക്ക്ഷോപ്പിന് വിളിക്കുന്നു. പറഞ്ഞ പോലെ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ 3 മാസത്തെ ട്രെയിനിങ്ങും നമുക്ക് ശ്രീജിത്ത് മാഷാണ് നമ്മളെ ഡാൻസ് ട്രെയിനിങ് ചെയ്യിപ്പിച്ചത്. അത്
നമ്മൾ കൂട്ടത്തിൽ തന്നെ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പ്രൊഫഷണൽ ഡാൻസറല്ല, ഡാൻസ് കളിക്കുമെന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സ്റ്റൈലിലേക്ക് പോകാൻ. പഴയ കാലഘട്ടത്തിലെ ആ ഒരു ബ്രേക്ക് ഡാൻസ് എന്നുള്ള സ്റ്റൈൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രീദാശൻ നമ്മളെല്ലാവരെയും അങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് നമ്മളെ പഠിപ്പിച്ചെടുത്തു ആ ഡാൻസൊക്കെ. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് അത് സാർ പറഞ്ഞ പോലെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് വരെ നമുക്കും ഒരു ഐഡിയ ഇല്ല ആരാണ് എന്താണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താണ് നമ്മൾ ആരായിട്ടാണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മളെ ക്യാരക്ടർ എന്നൊക്കെ. അപ്പം നമുക്കൊരു സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോഴും ആക്ച്വലി നമുക്കറിയില്ല നമ്മൾ ആരാണ് എന്താണെന്നൊന്നും. കേൾക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദിക്കുമ്പോഴാണ് സാർ പറയണത് ഇന്ന ആൾക്കാരാണ് എന്നെ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ എന്നിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് കയറിയത്. അതിൽ ഈ പ്രണയമൊക്കെ ഭയങ്കരമായിട്ട് തലക്ക് പിടിച്ച ആളും കൂടിയാണ്. അല്ല അങ്ങനെയല്ല, എന്താ പറയാ, എൻ്റെ പേര് മനോജ് മോസസ് എന്നാണ്. ഞാനും ഈ സിനിമയിലേക്ക് വരുന്നത് ഇങ്ങനെ ഓഡിഷൻ വഴി. എൻ്റെ ഒരു ഫ്രണ്ട് നിയതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പോസ്റ്റർ അയച്ചു തന്നു. അങ്ങനെ ഞാനൊരു 4-5 ഫോട്ടോ സാറിന് അങ്ങനെ അയച്ചു കൊടുത്തു. പക്ഷേ എനിക്ക് ഞാൻ വരുന്നില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. എനിക്ക് ഞാൻ ഇങ്ങനെ റിയാലിറ്റി ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് ഇവർ വിളിച്ചത്. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് വരണില്ലെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു എൻ്റെ ഫ്രണ്ട് ജോൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ, അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് നീ ഒന്ന് പോയി നോക്ക്, ചിലപ്പോൾ ഇതിൽ നിന്ന് സക്സസ് ആവാം. ജസ്റ്റ് ഞാൻ ചുമ്മാ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയി സാറിനെ മീറ്റ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളത് ഓൾറെഡി എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ട്. എനിക്ക് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ മുന്നേ ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്തത് സാറാണ്. സാറ് പറഞ്ഞ് നിനക്ക് പറ്റും, നീ ഇതൊന്ന് ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് നീ ഇത് തന്നെ ചെയ്താൽ മതി, നിൻ്റെ ക്യാരക്ടർ എന്താണോ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈവായിട്ട് ചെയ്തതാണ്. അതിൽ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ട്രിവാൻഡ്രത്തുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കും പോലെയാണ് ഈ പടത്തിൽ ഞാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എൻട്രൻസ് എഴുതിയോ പിന്നീട്? അടുത്ത പ്രാവശ്യം പാസ്സാവുമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ പേര് അനുനാഥ് എന്നാണ്. ഞാനിതിൽ ജയിക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ ഞാനും ഇവർ പറഞ്ഞ മാതിരി തന്നെ ഓഡിഷന് വന്ന് സെലക്റ്റായി. ഡാൻസൊന്നും അധികമൊന്നും അറിയില്ലായിരുന്നു. അപ്പം മെയിൻലി ആക്ടിങ്ങിൻ്റെ പരിപാടിയായിട്ടാണ്, അത് പാഷനായതുകൊണ്ട് പോയതാണ്. അപ്പം അതിൽ അങ്ങനെ സെലക്റ്റായി. പിന്നെയാണ് ഒരു ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ അയച്ചു തരാൻ പറയുന്നത്. അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ മുക്കാപ്പില മറ്റേ ആ പാട്ടിലൊക്കെ എടുത്തൊരു ഡാൻസൊക്കെ കളിച്ച് അയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ സാറിനെന്തോ കണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ സാറ് സെലക്ട് ചെയ്തതാണ്. അങ്ങനെ എഫേർട്ട് ഇയാൾ ചെയ്യാനെടുത്ത എഫേർട്ടും അതിനകത്തുള്ളൊരു ഇന്നസെൻസും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഇതാക്കിയത്. അപ്പോൾ നമുക്ക് തോന്നി ഇയാൾ ചെയ്താൽ രസമായിരിക്കും എന്ന് തോന്നി. അങ്ങനെ സെലക്റ്റായി ഇവിടം വരെ എത്തി. പിന്നെ നമ്മളെ ട്രെയിനിങ് പരിപാടിയിലാണ് മാക്സിമം. എനിക്ക് ലാംഗ്വേജും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കോഴിക്കോട് ആയതുകൊണ്ട് തിരുവനന്തപുരം പിടിക്കാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ സുനിയണ്ണനും അപ്പു അങ്ങനെ അവരൊക്കെ ഒരുമിച്ച് സ്റ്റേ ആയതുകൊണ്ട് ആ ഒരു സമയത്ത് ആ ലാംഗ്വേജും പിടിക്കാൻ പറ്റി. ഇംഗ്ലീഷ് പറഞ്ഞ മറ്റേ പെണ്ണിനെ കറക്കി അങ്ങനെ ചെറുതായിട്ട് കറക്കാൻ നോക്കി, കറങ്ങിയിട്ടില്ല എന്നാ തോന്നുന്നത്. ഹായ്, എൻ്റെ പേര് പ്രേം. ഞാൻ ഇതിൻ്റെ സുദീപ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്തത്. ഞാനും ഇതിൻ്റെ അകത്ത് വരുന്നത് ഓഡീഷൻ വഴിയാണ്. ഇപ്പോൾ ഞാൻ കാസ്റ്റിംഗ് കോളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ പോൾ സ്റ്റാർ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ടൈമിൽ. അപ്പോൾ അവിടെ ജോമിറ്റ് എന്ന് പറഞ്ഞ ചേട്ടൻ വന്ന് അങ്ങനെ സ്റ്റുഡിയോയിലെല്ലാം ഓഡീഷൻ നടത്തുന്ന ടൈമിലാണ് എൻ്റെ ഓഡീഷൻ എടുത്തത്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ ഫസ്റ്റ് ഞാൻ അതായത് ഫസ്റ്റ് ഓഡീഷൻ കഴിഞ്ഞ് ഞാൻ സാറിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ എനിക്ക് അഭിനയിക്കാൻ ഞാൻ അറിഞ്ഞുകൂടാ, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല പറ്റും, ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാറ് തന്ന കോൺഫിഡൻസിലാണ് ചെയ്തത്. ഇപ്പോൾ മനസ്സിലായി, ഓക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. പിന്നെ ഡാൻസ്, ഞാൻ ബേസിക്കലി ഡാൻസറാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റൈൽ ഒന്ന് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പോപ്പിങ്ങും ലോക്കിങ്ങും ബ്രേക്കിങ്ങും ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രൂവിൻ്റെ രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു 80s കാലഘട്ടം ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞൊരു ഫോം നമ്മൾ പിടിക്കാൻ ബ്രേക്ക് ഡാൻസിൽ നിന്നാണ് ഇതെല്ലാം ഇവോൾവ് ആയി വന്നതും. ബട്ട് ആ ഒരു സംഭവം സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റേജിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് വർക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ 3 months സെഷനായാലും ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ആക്ടിങ്ങിലായാലും ഇപ്പോൾ ഡാൻസിലായാലും എല്ലാവരും കൊറിയോഗ്രാഫേഴ്സ് എല്ലാവരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറേ വർഷമായി, ശരിക്കും പറഞ്ഞാൽ 5 വർഷമായി, 5ാമത്തെ വർഷമാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മളിൽ തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അന്നത്തെ ഒരു കാഴ്ചപ്പാടായിരിക്കില്ല ഇന്ന് സിനിമയോടുള്ളത്. എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആളുകൾക്ക് എന്ന് അറിയാൻ എല്ലാവർക്കും അതുകൊണ്ട്
അതെ അതെ, ഇപ്പോഴും പ്രൊഫഷണലി ഡാൻസറാണ്, ഇപ്പോൾ കൊറിയോഗ്രാഫറാണ്. ഈ പറയും പോലെ അന്ന് നമ്മൾ ഞാനൊരു ഈ പറഞ്ഞ ഞാൻ ഒരു ടീമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മറ്റേ ഹിപ്പ് ഹോപ്പ് ഇൻ്റർനാഷണൽ വേൾഡ് ഓഫ് ഡാൻസ് അങ്ങനത്തെ ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ. അപ്പോഴാണ് ഈ ഓഡീഷനൊക്കെ വരുന്നത്. ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്, നമുക്ക് മന്ത്ര ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ ഉണ്ട് ട്രിവാൻഡ്രത്ത്. നമ്മളത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മാസ്റ്റർ ഉണ്ട് അഖിൽ ദർശൻ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊറിയോഗ്രഫി തന്നെയാണ്. ഇതിന് ഇപ്പം പറഞ്ഞു അഭിനയിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു, അത് തന്നെയായിരുന്നല്ലോ നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റും. അഭിനയിക്കാൻ അറിഞ്ഞിടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ മോൾഡ് ചെയ്യാൻ എളുപ്പമുണ്ട്, അവരെ നമ്മൾ വിചാരിക്കുന്ന പോലെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞല്ലോ. അതെ, പക്ഷെ നമുക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ അഭിനയം എന്ന് പറയുന്നത് നമ്മളങ്ങനെ അങ്ങനെ ഒരു പ്രകടനമല്ല നമുക്ക് വേണ്ടിയിരുന്നത്. ഇവരൊക്കെ എല്ലാവർക്കും പെർഫോമിങ് ആർട്സിൽ ഇപ്പം ഡാൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ എക്സ്പ്രഷൻ ആവശ്യമുള്ളൊരു സംഗതിയാണ്. വെറുതെ നമ്മൾ ശരീരം അനക്കുന്നതല്ലല്ലോ, അതൊരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണല്ലോ. സംഗീതമായിട്ട് ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ ആണല്ലോ ശരിക്കുള്ള ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ കാഴ്ചയിലും അവരുടെ രീതികളിലും അവരവരെ കണ്ടക്ട് ചെയ്യുന്നതിലൊക്കെ തന്നെ നമുക്ക് പല സംഗതികളും കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇയാൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സെഷൻ, ഇനീഷ്യൽ ഓഡിഷൻ സെഷനിൽ നമ്മളിവരെ നന്നായി ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ടീമായാലും അത് കൃത്യമായിട്ട് പലരെയും മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവരിത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പണിയെന്ന് വെച്ചാൽ ഫുൾ ടൈം ഈ ഓഡിഷൻ ബിറ്റുകൾ ഇങ്ങനെ ഇരുന്ന് കാണുക എന്നുള്ളതായിരുന്നു. അത് കണ്ട് നമ്മളിങ്ങനെ ഇവരെ ഓരോരുത്തരെയും അസസ് ചെയ്യും. ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിരുന്നു ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം എനിവേ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു ഫേസും കൂടെയാണ് ആ സമയം. ചലഞ്ചിങ് ആയിരുന്നു. ചിലരെ നമ്മൾക്ക് ഇതിങ്ങനെ വെയ് ചെയ്യാൻ പറ്റില്ല. കാര്യം പല ആൾക്കാരും ഈ പടത്തിൽ വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നന്നായി ചെയ്ത ഒരുപാട് ഓഡിഷൻ ഫേസിൽ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ചില കാരണങ്ങൾ നമ്മളിങ്ങനെ അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് ഇങ്ങനെ ഇത് വരുമ്പോഴത്തേക്ക് ചില കാരണങ്ങൾ വളരെ മൈൽഡായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇവരിതിലേക്ക് ചിലർ ഇതായത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ ചില കഥാപാത്രങ്ങളിൽ ഇവരെ പോലെ തന്നെ വേറെയും നന്നായി ചെയ്ത ഒരു 3-4 പേര് ഈക്വലി ഇതായിട്ടുള്ള കുറേ ആൾക്കാർ വേറെയും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്തതിന് വളരെ തിന്നായിട്ടുള്ള ചില റീസൺസ് കൊണ്ടാണ് ഇവർ ചിലപ്പോൾ പക്ഷേ ഇവർ വന്നതിന് ശേഷം നമുക്ക് വേറൊരു കാര്യം മനസ്സിലായത് ഇവർ തന്നെയായിരുന്നു അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാസ്റ്റ്. കാര്യം ഇപ്പം എനിക്ക് തോന്നിയത്, എനിക്ക് എപ്പോഴും നമുക്ക് തോന്നാറുള്ളൂ, അത് പടം ഇങ്ങനെ ഒരുപാട് ആവർത്തി നമ്മൾ കാണുമ്പോഴും നമുക്ക് ഇയാളെ അല്ലാതെ വേറൊരാളെ എനിക്ക് അതിലേക്ക് കാണാൻ പറ്റില്ല, ഒരു ക്യാരക്ടേഴ്സിനെയും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായി. അതെ, ഇതിലിപ്പോൾ സുര അവതരിപ്പിച്ചൊരു ക്യാരക്ടറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ മറ്റൊരു വളരെ കൃത്യമായിട്ടൊരു സംഭവമുണ്ട്. ഈ കളർ കൂടി അതിൽ ഒരു വിഷയമായിരുന്നു. സുരയ്ക്ക് വേണ്ട അത്ര വലിയ പരിഗണന ആദ്യഘട്ടങ്ങളിൽ ഈ ഗ്രൂപ്പുകളിലൊന്നും കിട്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നൽ. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതിനാണോ? അല്ല മനഃപൂർവ്വം എന്നല്ല. അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇപ്പം പറയുകയാണെങ്കിൽ ഇതിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ചില ആൾക്കാരുണ്ട്. ഇപ്പം ഇതിനകത്തൊരു രംഗമുണ്ട്. ഒരു രംഗത്തിൽ സുര ഒരു സൈക്കിളിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നൊരു രംഗം ഈ സിനിമയിലുണ്ട്. അത് ഒരു എക്സാക്റ്റ് ഞാൻ കണ്ടിട്ടുള്ളൊരു രംഗമാണ്. അതായത് എനിക്കറിയാവുന്ന കൂട്ടുകാർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നല്ല ഈ സൗണ്ടൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ. അപ്പം ഞാനവിടെ പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു രംഗമാണത്. ഇതുപോലൊരു ചെറുപ്പക്കാരൻ വളരെ കൗതുകത്തോടു കൂടി മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയും കുറേ സമയം സൈക്കിളിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് അവൻ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവനിങ്ങനെ താളം പിടിച്ചിട്ട് അവൻ പിന്നെ കുറേ കഴിയുമ്പോൾ സൈക്കിൾ പോകുന്നു. പിന്നീട് ഞാനപ്പോൾ നമ്മുടെ ഒരു ഗ്രാജുവേഷൻ സമയത്തോ പ്രീ ഡിഗ്രി ആ സമയത്ത് എപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. ഈ മറ്റുള്ളവർ ഇത് ഭയങ്കര കാര്യമായിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറേ നാൾ നമ്മൾ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പലയിടത്ത് പോവുകയൊക്കെ. അപ്പോൾ ഈ കഥ ഇങ്ങനെ പറയുമ്പോഴും ഇങ്ങനൊരു കഥാപാത്രം അവൻ എന്ത് പറ്റി, അവൻ എന്ത് ചെയ്തു, പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്ന അവൻ ഇവരുടെ കൂടെ തന്നെ ഈ ട്രൂപ്പിലൊക്കെ ചേരുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ എന്തോ ആക്സിഡൻ്റൊക്കെ ഉണ്ടായി, അവന് കാലിൽ കമ്പിയിട്ടൊക്കെ കുറേ നാൾ ജീവിക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ അറിയുക. പക്ഷെ എൻ്റെ പിന്നുള്ള ജേണിയിൽ ഞാൻ എറണാകുളത്തേക്ക് വന്ന് ജോലിക്ക് ചേരുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതുപോലുള്ള ഒരുപിടി ആൾക്കാരെ നമ്മൾ പിന്നെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെ അന്ന് കണ്ട ഒരാളല്ല, അതുപോലുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല.
ഞാൻ അവരുടെ കൂടെ കടന്നു പോവുകയും ഒരുപാട് ഇൻട്രാക്ട് ചെയ്യും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനൊരു സുര എന്ന് പറയുന്നത് ഒരാളല്ല, സുര ഒരുപാട് ആൾക്കാരുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അത് നമ്മൾ അതിനെ നമുക്ക് പല ലെവൽ, അത് യൂണിവേഴ്സലാണ്. എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ യൂണിവേഴ്സൽ ഇതുണ്ട്. പക്ഷേ സുര റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കൃത്യമായ ഒരു സമൂഹമോ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പം അത് അങ്ങനെ പറയണമെന്ന് നമുക്ക് തോന്നിയത് അങ്ങനെ അതിൽ തന്നെ പറയുന്നുണ്ട്, മെക്കാഡ് മണിക്ക് വന്ന നീ എന്തിനാണ് ഈ ഡാൻസേഴ്സിൻ്റെ പുറകെ നടക്കുന്നത്? അതെ, അവരൊക്കെ കോളേജ് സ്റ്റുഡൻസ് ആണല്ലോ. അതെ കോളേജ്, അത് ഞാനിത് നമ്മൾ കൂടുതലൊന്നും എനിക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ ഇത് പറയാനും വലിയ ഇതില്ല. അത് എനിക്കൊന്നും വളരെ പറയേണ്ട രീതിയിൽ വ്യക്തമായിട്ട് അത് പടത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ ക്രിസ്മസിന് ഇവരെല്ലാവരും വിളിച്ച് ഫീസ്റ്റ് കൊടുത്തപ്പോൾ സുരേനെ വിളിച്ചില്ല ആ വീട്ടിലേക്ക്. അതങ്ങനെയല്ല, അമ്മ വിളിച്ചിരുന്നു, സുര പോയില്ല. അതാണ്, അവിടെയാണ് സുര ബിലോങ് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം ചിലപ്പം സുരയ്ക്കുണ്ടാവും. അവിടെ നമ്മുടെ കഥാപാത്രങ്ങളിൽ നന്മയുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാര്യം നമ്മളാരും അങ്ങനെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ആരെയും മാറ്റി നിർത്തിയിട്ടുമില്ല. ഞാൻ വളർന്ന സാഹചര്യവും സമൂഹവും എന്ന് പറയുന്നത് എല്ലാവരും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പം എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല, ഇങ്ങനെ വിവേചനത്തോടു കൂടി പറയുന്നു, അതിങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കുന്നു, എന്ത് കാരണം കൊണ്ടാണെന്ന് പോലും അറിഞ്ഞു. കാര്യം അങ്ങനെ അല്ലാത്തൊരു കാലഘട്ടം എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുട്ടികൾ അങ്ങനെയാണ്. കുട്ടികൾക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഇത് എവിടെയോ ആർക്കൊക്കെയോ പറയണം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണമെന്ന് തോന്നുന്ന ഇതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാര്യം അങ്ങനെയല്ല ശരിക്കുള്ള ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഇതെന്ന് പറയുന്നത്. മനുഷ്യന് ഇഷ്ടപ്പെടുന്നത്, മനുഷ്യർ എല്ലാവരും അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ ഇങ്ങനെയൊന്നും അല്ല. ഇത് ഇങ്ങനത്തെ ഇതൊന്നും വെച്ചിട്ടല്ല. അത് സ്നേഹം എന്ന് പറയുന്നൊരു വളരെ കോമൺ, വളരെ സിംഗുലർ ഫാക്ടറിൻ്റെ ഇതിലാണ് ആൾക്കാർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഈ വെറുപ്പും ദേഷ്യവും ഉണ്ടാവുന്നത് വ്യക്തികളുടെ പ്രവൃത്തിയും അല്ലെങ്കിൽ അവരുടെ ചെയ്തികളുടെയൊക്കെ ബേസിൽ മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ നമ്മളങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അയാളെ വിളിക്കാതിരുന്നിട്ടില്ല, വിളിച്ചിട്ടുണ്ട് കഥാപാത്രത്തിന്, അയാളെ വിളിച്ചിട്ടുണ്ട്. അമ്മ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അവൻ എന്തുകൊണ്ട് പോയില്ല എന്നുള്ളതിനകത്ത് വേറെ റീസൺസ് ആണ്. ആ റീസൺസ് ഇറ്റ് ഇസ് അപ് ടു ദ ഓഡിയൻസ് ടു എക്സ്പ്ലോർ സച്ച് തിങ്സ്.